ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടത്തോരനാണ്. അതിനാവശ്യമായത് 3 തക്കാളി, ഒരു ചെറിയ സവാള, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് ചതച്ചതും കുറച്ച് മുളക് ചതച്ചതും 4 മുട്ടയുമാണ് വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റവ് കത്തിച്ചിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുകിടാം. കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടാം. അത് നന്നായിട്ട് മുരിഞ്ഞ് വരുവോളം നമുക്ക് ഇളക്കി എടുക്കാം. സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ മുളക് പൊടിയും ഇടാം. ഇത് നന്നായിട്ട് മുരിയിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം, നന്നായിട്ട് വെന്തുടഞ്ഞ് നമുക്ക് കിട്ടണം. അതുവരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. ഈ സമയത്ത് നമുക്ക് 1/2 സ്പൂൺ ഉപ്പ് അതിനകത്ത് ചേർക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് ഉടച്ചു കൊടുത്ത് അത് നന്നായിട്ട് ഉടഞ്ഞ് ചേരുന്ന വരെ നമുക്ക് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് വഴറ്റിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇടണം കേട്ടോ. ഞാനിന്നകത്ത് 1/2 സ്പൂൺ ഇട്ടെങ്കിലും നമ്മൾ ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തിന് ഇടുന്നത്. കൃത്യമായിട്ടൊരളവും പറയാത്തത്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ അത് നമ്മൾ വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ 4 മുട്ടയും വെട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കുറച്ച് ചതമുളകും കുറച്ച് ഉപ്പും ഇട്ട് നമുക്കത് വെട്ടിയെടുക്കാം. അത് നന്നായിട്ട് നമുക്ക് വെട്ടി മാറ്റി വെക്കാം. അതിന് ശേഷം തക്കാളി ഒന്നുകൂടെ അതൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളം നന്നായി ഡ്രൈ ആക്കുന്ന വിധത്തിൽ ആ തക്കാളി വാട്ടിയെടുക്കണം. അല്ലെങ്കിൽ തക്കാളിയിൽ മുട്ട ഒഴിക്കുമ്പോൾ വെള്ളം കൂടും. ഇപ്പോൾ വെള്ളം ഒക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് വെട്ടി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി വറക്കാം. ആ ചട്ടിയിലൊക്കെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണത് ആ ചട്ടിയിലൊക്കെ പിടിക്കാതെ കിട്ടത്തുള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണ ചേർക്കുന്നത് മുട്ട നന്നായി മുരിഞ്ഞ് കിട്ടാനാണ്. അങ്ങനെ കൈ എടുക്കാതെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ വെള്ളാംശം മൊത്തം വറ്റിപ്പോണം. മുട്ടയുടെ പച്ചമണമൊക്കെ പോകണം. അല്ലെങ്കിൽ മുട്ടക്കൊരു പച്ച മണം ഉണ്ടാവും. വെള്ളം നന്നായി വറ്റിയാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ശരിക്കും വിട്ട് കിടക്കണം. മുട്ട തോരൻ എന്ന് പറഞ്ഞാൽ തോരനായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചമുട്ടയുടെ മണം ഉണ്ടാവും. അതുണ്ടാകാതിരിക്കാനാണ് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് തോരൻ്റെ പോലെ നമുക്ക് വിട്ട് കിട്ടുന്നുണ്ട്.
ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അടിപൊളി ടേസ്റ്റായ ഒരു മുട്ടത്തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തഴക്കാൻ, ചോറിനൊക്കെ കൊടുത്തഴക്കാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.